പൊളി പൊളി പൊളി. വാഗമണ്ണിൽ അങ്ങനെ അധികം ആരും കാണാത്തൊരു സ്ഥലം. അധികം ആരും കാണാത്തല്ല, കൂടുതലും ഫോട്ടോഗ്രാഫർമാർ മാത്രം വന്നിട്ടുള്ളൊരു പ്ലേസാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യൂ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത വണ്ടി ഫ്രണ്ടിൽ നിന്ന് കാണാൻ ഭയങ്കര രസമാണ്. ഇൻസ്റ്റഗ്രാമിൽ എവിടെയും കണ്ട് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. പിക്കുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഞാൻ ആ പിക്ക് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. കൊള്ളാം, പൊള്ളി, അടിപൊളി. ഇതാണ്, ഈ ഒരു സംഭവമാണ് പ്രതീക്ഷിച്ചത് ഡ്രൈവിന് വന്നപ്പോൾ. ഞാനിതുവഴി പലതവണ ഇതിനു മുമ്പ് കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇത്രയും മഞ്ഞിറങ്ങി കിടക്കുന്ന ഒരു ദിവസം ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ചൂണ്ടിട്ട മീൻ കിട്ടും ഇപ്പോൾ. ഇതിൻ്റെ ഫ്രണ്ടിലേക്കുള്ള ഈ വ്യൂ ഇത് മാരക വ്യൂ, ഒന്നും പറയാനില്ല. അപ്പോൾ വാഗമണ്ണിൽ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ ചെക്ക് ഡാമിൽ നിന്ന് മീൻ പിടിച്ച് നമുക്ക് തൊട്ട് ഫ്രണ്ടിൽ നമ്മുടെ റിസോർട്ടിൽ തന്നെ കൊണ്ടുവന്ന് അത് പൊള്ളിച്ചോ കറി വെച്ചോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വേറൊരു ഓപ്ഷൻ വാഗമണ്ണിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഡ്രൈവ് പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇവിടെ അടുത്ത് തന്നെ വാഗമണിലേക്ക്. അപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വാഗമൺ പോവുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൊക്കെ കാണാം. ഏതാ വേണ്ടേ? വിഷയം കപ്പുറത്താണല്ലോ. ഒരു ദിവസം നോക്കാം, മേടിക്കാൻ. ഏതാളുപ്പാ പോട്ടടാ, സൈഡൊക്കെ പള്ള കൊള്ളട്ടെ, ഇച്ചിരി പള്ളയൊക്കെ വെച്ച് കേറട്ടെ. പിന്നെ ഇത് കവറും കൈ പിടിച്ച് നീ അങ്ങോട്ട് പോണേ സംഭാവനായിട്ട്. ഇതിനെ വീടിപ്പോതിയോ? ലോക്കലായിട്ട് ഈ കവർ വെക്കാൻ വേണ്ടി എന്തിനാ ഡിക്കി തുറക്കണേ? തുറന്ന് എനിക്ക് പേടിക്കാൻ പറ്റില്ല. ചൂടുണ്ടോ? ചൂട്, ചെറിയ ചൂട്. ഒരെണ്ണോടെ മേടിക്കണോ? അങ്ങനെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് കയറ്റി കുറച്ച് പരിപ്പുവടയും സ്നാക്സൊക്കെ വാങ്ങിച്ച് വാഗമണിലേക്ക് ഇതേ കയറുവാണ്. പോണ വഴിക്ക് ഒരു കവലയിൽ കുറച്ച് ആൾക്കാർ ഇന്ന് ക്യാരംസ് കളിക്കുക. അപ്പോൾ നമ്മുടെ കൂടെ വന്ന കൂട്ടുകാരനൊരാഗ്രഹം, അവരുടെ കൂടെ ക്യാരംസ് കളിക്കണം. രണ്ടുപേരും കൂടെ മുമ്പോട്ട് പോയിട്ടുണ്ട്. നോക്കട്ടെ. കുട്ടുമോൻ ഫിനിഷ് ചെയ്യാൻ പോണു. ചെത്തി വീട് കുട്ടുമോൻ. ഓ, ഫിനിഷ് ചെയ്തു. ജയിച്ച് ലാസ്റ്റ് കളി തീർക്കാൻ പോകുന്നു. കുട്ടുമോൻ തീർക്കോടാ. ഓ, സന്തോഷായി. ക്യാരംസ് കളിച്ച് തോറ്റു. 3 കളി കളിച്ചു, 1 കളി ജയിച്ചു, 2 കളി തോറ്റു. ബോർഡ് കട്ടിയാണോ? ബോർഡല്ല, ബോർഡ് പഴയതറാ. ഒരു 10 കൊല്ലം പഴക്കമുണ്ടാവും. അവർ സ്ഥിരം കളിക്കാരാ. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ കണ്ടാണ് അവർ കളിക്കണമെങ്കിൽ നമ്മളവിടെ നിലത്ത് നിർത്തുമോ? പണ്ട് മറ്റേ വാഗമണിൽ ക്യാരംസ് കളിക്കാൻ പോയി ഓർക്കുണ്ടോ? ബോർഡുമായിട്ട് വെളുപ്പിന് വരരുത് കളിച്ചു. ബിനു ഉണ്ട്. ആ ബിനുമായിട്ട് പിടിച്ചു പോയതാ. ഓർക്കണ്ടോ? അല്ല, ആ പുള്ളിക്ക് തോറ്റു കഴിഞ്ഞാൽ പുള്ളിക്ക് കളി ജയിക്കണം. ജയിക്കാതെ കളി വിടില്ല. ഇത് വേറെ തള്ളി വെക്കലൊന്നുമില്ല. നമ്മള് നോർമൽ കളിക്കുന്ന കളി ഉണ്ടെങ്കിൽ പണ്ട് ഒരു ദിവസം രാത്രി ഇവിടുന്ന് ക്യാരംസ് കളിക്കാൻ വേണ്ടിയിട്ട് വാശിക്ക് വാഗമണിൽ പോയി ലോഡ്ജ് എടുത്ത്, ലോഡ്ജല്ല അടുത്ത വാഗമണിൽ പോയി ഒരു ലോഡ്ജ് എടുത്ത് ക്യാരംസ് കളി, വാശിയുള്ള കളി. 1 കളി ജയിച്ചു, അതോടുകൂടി കളി നിർത്തി. അങ്ങനെ തന്നെയായിരുന്നോ? ആറോടെ എങ്ങോട്ട് പോകണമെന്ന് അറിയോ? ഇല്ല, എനിക്കറിഞ്ഞൂടാ. ഇതാണ് ഉൾപ്പെടുന്നത്.
എടാ പരിപ്പൂട എടുക്ക് പരിപ്പൂട. അതിപ്പോടാൻ തീർത്തു തീർത്തൊന്നുമില്ല, തീർത്ത് കഴിഞ്ഞാൽ നിന്നെ ഇവിടെ ഇറക്കി വിടും. ആ വിളിക്ക്, ക്യാമറ അല്ല ഫോണിരിക്കുമായിട്ട് എനിക്ക് ഓപ്പൺ ചെയ്യേ. ഇത് ഏത് ജില്ലയാണ്? നിനക്ക് മുറി മതി, അത് കുഴപ്പമില്ല. ഇവിടെ പാറ പാറ പറ ഒന്ന് അടിയോ ഇവിടെ പരിപ്പോടൊക്കെ പോയെന്ന് പറഞ്ഞു. കേറ്റ രാവിലെ ആ ഇപ്പോഴാണ് മഴ പെയ്ത് തുടങ്ങിയത്. ആ മുളക് കടിക്കുമ്പോഴൊരു സുഖം. എടാ എവിടെടാ പാറ ഒന്ന് ചാടിയ? ആരെ തലയിലാണോ ചാടിയോ? ഏതാ? ആ മഞ്ഞിറങ്ങി. അപ്പോൾ എന്തായാലും മഴ പെയ്യുന്നുള്ള കാര്യം ഉറപ്പായില്ലടാ. മഞ്ഞിറങ്ങി തുടങ്ങി. ഡ്രൈവ് വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അതെ, വണ്ടി പുതിയത് വാങ്ങിച്ചു. പുതിയതല്ല, സെക്കൻഡ് ഹാൻഡാണ്. 2 ദിവസമായുള്ളൂ വാങ്ങിച്ചിട്ട്. അപ്പം ഇതുമായിട്ടൊന്ന് ഡ്രൈവിന് വന്നാം. എങ്ങനെയുണ്ട്, അടിപൊളിയാണോ, ഡ്രൈവിംഗ് ഒക്കെ നൈസാണോ എന്നറിയാൻ വേണ്ടി വന്ന. ബാക്കി ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ കൊള്ളാം, ഇതുവരെ ഓടിച്ചതിൽ കൊള്ളാം, ഇഷ്ടപ്പെട്ടു, അടിപൊളി. എൻ്റെ പഴയ വണ്ടിയുടെ നമ്പറും KL08 ആയിരുന്നു, ഇപ്പോഴത്തതും KL08. അല്ലേ, ഇപ്പോൾ ക്ലൈമറ്റ് ഓക്കെ ആയില്ലടാ. ചോറ് തന്നെ വേണോ അല്ലേ? പുറത്തുനിന്ന് 2 ഷോട്ട് എടുക്കട്ടെ. അടിപൊളി ക്ലൈമറ്റ് മോനെ, സീൻ നൈസ്. ഓക്കെ, അപ്പോൾ ഡ്രൈവ് വന്നതിൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടി കഴിഞ്ഞ ദിവസം, കാറെടുത്ത് കഴിഞ്ഞ ദിവസം 2 ദിവസം ആയില്ല. അപ്പോൾ എടുത്ത ദിവസങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ വരുന്ന വഴിക്കുള്ള ഡ്രൈവ് മാത്രമേ പറ്റുള്ളൂ. ജസ്റ്റ് അപ്പോൾ വണ്ടി എടുത്തിട്ട് കാര്യമായിട്ടൊരു ഡ്രൈവൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട്, മഴയും മഞ്ഞും ഒക്കെ ആയിട്ട് വാഗമൺ കയറുവാണെങ്കിൽ നല്ലൊരു ഡ്രൈവ് ഓടിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഡ്രൈവിന് ഇറങ്ങിയാണ്. നേരത്തെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹോണ്ട സിറ്റി ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്, ഒരു ഫേവറേറ്റ് കാറായിരുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി അങ്ങനെ വലിയ പണിയൊന്നും തന്നില്ല. പെട്രോൾ വണ്ടിയായിരുന്നു. പിന്നെ ഒരു 5 വർഷത്തോളം എൻ്റെ കയ്യിൽ ആ വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഏത് വണ്ടി എടുത്തു കഴിഞ്ഞാലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഹോണ്ട സിറ്റി. കാരണം എന്ന് വെച്ചാൽ എനിക്ക് മോളൊക്കെ ഉണ്ടായിട്ട് അവൾ ആദ്യമായിട്ട് കയറിയൊരു വണ്ടി ഹോണ്ട സിറ്റിയാണ്. പുള്ളിക്കാരത്തിയുടെ ഒരു സ്പെഷ്യൽ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ബാക്കിലെ ഹാൻഡ് റെസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് പുള്ളിക്കാരത്തി നേരെ ആക്കി വെച്ചിട്ട്, അപ്പോൾ അവിടെ ഒരു
ഒരു ഹോള് പോലെ ഒരു സ്പേസ് ഉണ്ട്. പുള്ളിക്കാരത്തി അങ്ങോട്ടേക്ക് ഇരിക്കും. അവിടെ ഇരുന്നാണ് അവൾ കാഴ്ചയൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും സീറ്റിലേക്ക് കയറി ഇരിക്കുമൊന്നുമില്ല, അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ എനിക്കും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് പൊസിഷനായിരുന്നു അത്. എന്നുവെച്ചാൽ പുള്ളിക്കാരത്തി അവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ എനിക്ക് വേറെ ഏത് വണ്ടി വന്നാലും എനിക്ക് ആ വണ്ടിയോട് ഒരു ഇമോഷണൽ ഫീലിങ്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പിന്നെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് ഞാനത് കൊടുത്തു. ഫോട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പക്ക ഒരു ടാക്സി ഓടുന്ന പോലെ തന്നെ ഓട്ടം ഉണ്ട് ശരിക്കും. ഒരാഴ്ച ഒരു മാസമൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഫ്യൂവൽ അടിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഡീസൽ വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി അധികം ഓടാൻ പറ്റും, അത്ര ചിലവാകില്ല. അപ്പോൾ അങ്ങനെ ഞാൻ തപ്പി നടന്ന സമയത്താണ് i20 എടുക്കാമെന്നുള്ളൊരു പ്ലാൻ വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ ഏത് വണ്ടി എടുക്കും എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു മഴയത്ത് i20 ഇങ്ങനെ പുതിയ ന്യൂ ഷേപ്പായിട്ടുള്ള i20 അങ്ങനെ തിരിഞ്ഞ് കയറി വന്നൊരു സീൻ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു എൻട്രി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു. കുറച്ച് പുള്ളി ആ വണ്ടി അവൻ കുറച്ച് മോഡിഫൈ ചെയ്തിട്ടുണ്ട്, അലോയൊക്കെ ചെയ്ത് നല്ല രസമായിട്ട് പുള്ളി ആ വണ്ടി കൊണ്ടുവന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ മുതൽ ഞാൻ i20 തപ്പി നടക്കുക. പക്ഷേ എന്താണെന്ന് വെച്ചാൽ i20 ഡീസൽ ഒരു വർഷം മുമ്പ് കമ്പനി നിർത്തിപ്പോയി. അപ്പോൾ അതറിഞ്ഞ് കഴിഞ്ഞപ്പം ചെറുതായിട്ടൊന്ന് നിരാശയായി. പക്ഷേ എന്നാലും ഷോറൂമിൽ ഞാൻ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വണ്ടി അടിപൊളി വണ്ടിയായിരുന്നു, പക്ഷേ നിർത്തിപ്പോയതുകൊണ്ട് പെട്രോൾ വണ്ടിയേ ഉള്ളൂ. അപ്പോൾ പെട്രോൾ വണ്ടി നല്ലതാണെന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു എടുക്കാൻ വേണ്ടി കുറച്ച് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്തു. പക്ഷേ എനിക്ക് i20 ഡീസലിലേക്ക് അപ്പോഴേക്കും താല്പര്യം കൂടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഡീസൽ വണ്ടി എടുത്തേ പറ്റുള്ളൂ എന്നുള്ള മൈൻഡിൽ i20 ഡീസൽ തപ്പി അവസാനം വണ്ടി ഒരെണ്ണം കിട്ടി, അതെടുത്തു. വണ്ടി ഒന്നും പറയാനില്ല, വണ്ടി അടിപൊളിയാണ്. എനിക്ക് ഹോണ്ട സിറ്റി ഓടിക്കുന്നതിനേക്കഴിഞ്ഞും കുറച്ചും കൂടി ഒരു സ്പോർട്ടി ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ ഡോറ് തുറക്കുമ്പോഴാണെങ്കിലും ഒരു ക്വാളിറ്റി തോന്നുന്നുണ്ട്. അതായത് ഒരു പോളോൻ്റെ ഡോറ് തുറക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ട്. നല്ല പവറുണ്ട് കേട്ടോ, നല്ല പവർ എന്ന് പറഞ്ഞാൽ അടിപൊളി സംഭവം, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ടെക്ക് പറയാനൊന്നും എനിക്ക് അങ്ങനെ അറിഞ്ഞില്ല. പിന്നെ വണ്ടിക്ക് കുറച്ച് പരിപാടിയുണ്ട്, അലോയ് വീൽസൊക്കെ മാറണം. ഈ അലോയ് ഒരു സുഖമില്ല, കമ്പനി അലോയ് ആണ്. കുറച്ചും കൂടെ വണ്ടി കുറച്ചൊന്ന് പണിത് കഴിഞ്ഞാൽ ഒരു 70,000 രൂപ എടുത്ത് പണിത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് മാറ്റാം. അലോയ്സ് മാറ്റണം, അതുപോലെ ഈ ക്രോം ഇത് ഡീക്രോം ചെയ്യണം. പിന്നെ ലോഗോ ഇവിടെ എല്ലാം ഫ്രണ്ടിൽ ലോഗോ ഉണ്ട്, അത് ഇത് ഡീക്രോം ചെയ്യണം. പിന്നെന്താ, ചിലപ്പോൾ ഗ്ലാസ്സിലൊരു ചെറിയ ടിൻറ്റ് ലൈറ്റായിട്ടുള്ള ചിലപ്പോൾ ഒട്ടിക്കണം. പിന്നെ അത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് ഒന്ന് ഗ്ലോസി ആക്കാൻ പറ്റുമെങ്കിൽ നൈസായിരിക്കും. അതുപോലെ ഡോറ് ഇത് വൈറ്റ് ആക്കണം, ഈ പോർഷൻ ഇതും വൈറ്റ് ആക്കണം. പിന്നെ വേറെ ചെയ്യാൻ ഉള്ള പരിപാടികൾ വേറെ ഒന്നും തന്നെ ഇല്ല. ഐഫോൺ വെള്ളത്തിൽ നോക്കണോ, ഫോട്ടോഗ്രാഫിയാണോ? അതിൻ്റെ പടം കാണിച്ചു തന്നോ കേട്ടോ. വീഡിയോ ആണോ? ഓക്കെ പടം കാണിക്കണ്ടല്ലോ, വീഡിയോ എടുക്കാൻ നിന്നെ പടം കാണിക്കണ്ടല്ലോ. അതെന്നാണ് അത് സൗണ്ട് കേൾക്കണം? ഒരു വണ്ടി വരുന്നതല്ലേ, ഒരു കാറ് വരുന്നേ അരുന്ന കണ്ടതുണ്ട്. ഓക്കെ, ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. കൊള്ളാം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വ്യൂ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത വണ്ടി ഫ്രണ്ടിൽ നിന്ന് കാണാൻ ഭയങ്കര രസമാണ്. അതിൻ്റെ 1-2 പടം എൻ്റെ കയ്യിലുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ എവിടെയും കണ്ട് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച 1-2 പിക്കുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഞാൻ ആ പിക്ക് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും. പിന്നെ മോഡിഫൈ ചെയ്യാൻ ഈ ലിപ്പ് ഇവിടെ ഒരു റെഡ് ലൈനൊക്കെ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഈ ലിപ്പ് കമ്പനി വരുന്ന ലിപ്പാണ്. അപ്പോൾ ചിലപ്പോൾ ഈ ലിപ്പൊന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ടുള്ളൊരു ലിപ്പ് വെക്കണം. പിന്നെ ഇവിടെ ഒരു റെഡ് ലൈനൊക്കെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് കയറിയപ്പോൾ ഞാൻ തീരുമാനിച്ചാൽ മഴയുണ്ടെങ്കിൽ മഴയത്ത് വണ്ടിയുടെ ഒരു റിവ്യൂ പോലെ പറയാമെന്നുള്ളത്. അപ്പോൾ നൈസായിരിക്കുമല്ലോ, ഒരു ഫീലല്ലേ. ഭയങ്കര രസമുള്ളൊരു കാലാവസ്ഥയാണ്. കൊള്ളാം, പൊള്ളി അടിപൊളി. ഇതാണ് ഈ ഒരു സംഭവമാണ് പ്രതീക്ഷിച്ചത് ഡ്രൈവിന് വന്നപ്പോൾ.
രാവിലെ അവിടെ നിന്ന് വന്നപ്പം വെയിലായിരുന്നെങ്കിലും ഇപ്പോൾ കൊള്ളാം. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്ലൈമറ്റിലേക്ക് എത്തി. ഇതൊരു നൈസ് സ്പോട്ടാട്ടോ. അത്യാവശ്യം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ വണ്ടിയുടെ കുറച്ച് പിക്സൊക്കെ എടുക്കാൻ പറ്റിയൊരു ഒരു സ്ട്രെച്ചായത്. കൊള്ളാം, നൈസ്. മഞ്ഞുള്ളപ്പോൾ വരണം, അപ്പോഴേ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. ലൈറ്റൊക്കെ ഇട്ട് പടം എടുത്തു കഴിഞ്ഞാൽ മൂടായിരിക്കും. എടാ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഈ കോട്ടൊക്കെ ഒന്ന് ഊരിയിടട്ടെ. ഇതാണ് ഇൻറ്റീരിയർ. നൈസാണ്, കുഴപ്പമില്ല. പഴയ വണ്ടിക്ക് റൂഫ് ഉണ്ടായിരുന്നു. മുതലാളി വണ്ടി മേടിച്ച് ഫ്രീ കിട്ടിയതാ. വണ്ടി മേടിച്ചപ്പോൾ എന്ത് ഫ്രീ കിട്ടിയാൽ നിന്നെയാ? ഓക്കെ, സർവീസൊന്നും ചെയ്യില്ല കേട്ടോ, ഒക്കെ തന്നെ വിളിച്ചോണം. ഓക്കെ, ഇൻറ്റീരിയറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പെരുത്ത് ഇഷ്ടപ്പെട്ടു. ഒരു ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ ഇല്ല. മഞ്ഞും മഴയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും റൈഡിന് ഇറങ്ങിയിട്ടുണ്ട്. കറക്റ്റ് ടൈമാണ്. രാവിലെ ഒന്ന് പാളിപ്പോയി എന്ന് വിചാരിച്ചെങ്കിലും ഇപ്പം ട്രാക്കിലേക്കായി. നോക്കിയാൽ വണ്ടി ആ മഞ്ഞത്ത് കിടക്കണ കാഴ്ച അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ദുബായ് കടപ്പുറം വഴി പോയിട്ട് വന്നതാണ്. ഞാൻ അറിയണ്ട് ഇപ്പം 2 ആഴ്ചയായിട്ട് പടം കാണാൻ പോണെ തന്നെ കേട്ടാ. മഴ അകത്ത് കിടക്കും, അത് കൊള്ളാട്ടോ. അവിടെ പോകുന്നത് അവിടെ എങ്ങനെ പോകണം? നീ ഇറങ്ങി വരുവാ, അല്ലെ ക്യാമറ എടുത്താ? ഞാൻ പടം എടുത്തോ. അടച്ചോ. അപ്പോൾ വണ്ടിയുടെ 2 നല്ല പിക്സ് എടുക്കണം. ഇതിൻ്റെ ISO ഒക്കെ എവിടെയാ? അങ്ങനെ എവിടെ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കാം? നമുക്ക് പോയി ഫോട്ടോ എടുത്തിട്ട് വരാം. കാണത്തില്ല. ഓക്കെ, പോവാം. സെറ്റ്. മനസ്സിലായി, വലത്തോട്ടുണ്ട് അല്ല ഇടത്തോട്ട് പോയി പോണം. പോയിട്ട് കാണാം. മഞ്ഞുണ്ട്, മഴയുണ്ട്, നല്ല കാലാവസ്ഥയായതുകൊണ്ട് കാണുന്ന സ്ഥലങ്ങളെല്ലാം അടിപൊളി സ്ഥലമാണ്. അപ്പോൾ വീണ്ടും നിർത്തി
കണ്ടില്ലേ, കൊള്ളാം. നൈസായിട്ടുള്ള ഒരു ഒറ്റ മരവും അതിൻ്റെ താഴെ കൊണ്ടുപോയി വണ്ടി നിർത്തി. ഒരു വെള്ളച്ചാട്ടമുണ്ട്, കാറ്റ് നന്നായിട്ടുണ്ട്. അപ്പോൾ കാറ്റടിക്കുന്നതുകൊണ്ട് മിക്കവാറും സൗണ്ട് കട്ടായിട്ട് പോകുന്നുണ്ടാവും, സൗണ്ട് അത്ര ക്ലിയർ ആയിരിക്കില്ല. പിന്നെ വണ്ടി ഇത്രയും ഓടിച്ചതിലൊരു 30 കിലോമീറ്ററോളം 35 കിലോമീറ്ററോളം ഓടിച്ചു. നല്ല ഡ്രൈവായിരുന്നു, പവറുണ്ട്, അത്യാവശ്യം പൊളി. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഈ വാഗമൺ ടൗണിലെത്തിക്കഴിഞ്ഞാലേ ഫുഡ് എന്തെങ്കിലും കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് സ്റ്റേ പറഞ്ഞിട്ടുള്ളത് വാഗമൺ ഇപ്പുറം ഒരു 3 കിലോമീറ്റർ ബാക്കിൽ ഇടത്തേക്ക് തിരിഞ്ഞു പോയിട്ട് ഉളുപ്പൂണി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. ഞാൻ നേരത്തെ പോയിട്ടുണ്ട്. നമ്മുടെ മനു എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടുകാരനുണ്ട്, ട്രാവൽ ഏജൻസി പരിപാടിയൊക്കെ നടത്തുന്നത്. ഇന്നത്തെ പ്രോപ്പർട്ടിയുടെ ഫ്രണ്ടിൽ എന്തോ ഒരു ഡാമോ അങ്ങനെ എന്തോ ഒരു സംഭവം, ഡാം ഉണ്ടെന്നൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കറിയില്ല ഇവിടെ എവിടെയെങ്കിലും ഡാം ഉള്ളതായിട്ട് എനിക്കങ്ങനെ അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും പോയി നോക്കിയാലേ അറിയത്തുള്ളൂ. ദേ അങ്ങ് ദൂരെ ഒരു പള്ളി കണ്ടിട്ട് ഞാൻ നിർത്തി കേട്ടോ. നൈസായിട്ട് നല്ലൊരു വ്യൂ ഉണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ഇങ്ങനെ മഞ്ഞിനകത്ത് നിൽക്കുന്നൊരു പള്ളി കേട്ടോ, നല്ല രസമല്ലേ. ഇതങ്ങ് ദൂരേന്ന് വരുമ്പോൾ തന്നെ കാണാം കേട്ടോ. മഞ്ഞില്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് ദൂരേന്ന് വരുമ്പോൾ കാണാം. അമ്പോ, ഞാൻ വന്ന് ഇറങ്ങിയപ്പോൾ ഇത് ഇത്ര മഞ്ഞില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ പള്ളി ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ അതങ്ങ് ഹൈഡായിപ്പോയി. ചുമ്മാ വൈകുന്നേരമൊക്കെ ഒരു നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നൈസായിരിക്കും. നല്ല സ്ഥലമാണ്. വൈകുന്നേരമൊക്കെ ചുമ്മാ നടക്കാൻ ഇറങ്ങുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. വർത്താനമൊക്കെ പറഞ്ഞങ്ങ് പോവാം. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും സ്റ്റേ ഉണ്ടെങ്കിൽ ചുമ്മാ ഒരു 4 കിലോമീറ്ററൊക്കെ വൈകിട്ടിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് നടക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. ഇങ്ങോട്ട് കയറാം. തിരക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം കടലക്കറി മേടിച്ച ആവറേജ് ഉണ്ടാവും ഇവിടെയാ. എന്നാ വേറെ ഹോട്ടൽ പോകണം. അല്ല, ഞാനത് ആദ്യം പറഞ്ഞത് ആവറേജ് പ്രതീക്ഷിച്ചാൽ മതി. സീനായി. ഹോട്ടലിൽ മൊത്തം തിരക്ക്, ഒരു സീറ്റ് പോലും ഇല്ല. അപ്പോൾ നമ്മൾ വണ്ടി ഇട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ല, വണ്ടി ഇട്ടതിൻ്റെ തൊട്ട് മുകളിലൊരു ഹോട്ടലുണ്ട്, അവിടെ പോയി ഫുഡ് കഴിക്കാം. വന്നത് വേറൊരു ഹോട്ടലിൽ കയറി. ഇവിടെ തിരക്കൊന്നുമില്ല, ഊണുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാം. അതെ, മീൽസ് വന്നു. നോട്ടെ നീക്കി. ആ മതി പീസില്ല, പീസ് എടുക്കട്ടെ. ഓക്കെ, പീസിൻ്റെ ആണ്. അതിൻ്റെ ബിരിയാണി ഫുഡ് കുറച്ച് ഷോക്കായിരുന്നു കേട്ടോ. തണുപ്പായിരുന്നു, കുറച്ച് തണുപ്പ്. പിന്നെ നമ്മൾ വന്ന സമയം ഒരു 3 മണിയായി. ഇപ്പോൾ അതിൻ്റെ ആണോന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ദരിദ്രമാണ്.
ഒരു മയത്തിലൊക്കെ. സർവീസും അമ്മമാർക്ക് വലിയ ജാടൊന്നുമില്ല, പക്ഷെ സർവീസ് അങ്ങ് എത്തണില്ല. വലിയ തിരക്കൊന്നുമില്ല, എന്നാലും സർവീസ് അങ്ങോട്ട് എത്തണില്ല. ഓക്കെ, ഇനി അടുത്തത് മൊത്തം ഇവിടെ മഴയാണ്. ഒരു സ്ഥലവും കാണാൻ പറ്റുന്ന രീതിയിൽ കിടക്കുന്നില്ല, കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്ഥലവും ഉണ്ടെന്ന് തോന്നുന്നില്ല, മഞ്ഞാണ്. പിന്നെ മെയിനായിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഷൂട്ടിന് പോകുന്നൊരു പ്ലേസ് ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കട്ടെ, ചിലപ്പോൾ കാണാൻ പറ്റും. അവിടെ ഒരു എൻട്രി ഒക്കെ ഉണ്ട്. അവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട് 1000 രൂപ. മിക്കവാറും കയറാൻ പറ്റില്ല. കയറിയാൽ ഒരു നൈസ് പ്ലേസാണ്. അധികം ഫോട്ടോഗ്രാഫർമാരല്ലാണ്ട് വേറെ ആരും അധികം കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. ഓക്കെ, നോക്കാം. ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ മുട്ടക്കുന്ന്. ലെഫ്റ്റിലേക്ക് പോകരുത്, നേരെ പോകണം. നമ്മുടെ തങ്ങൾപാറയ്ക്ക് പോകുന്ന റൂട്ടിലേക്ക് കയറിയിട്ടാണ് ഈ പറയുന്ന സ്ഥലം. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിയേണ്ട സ്ഥലം ഇവിടെ നിന്നാണ്. ഈ റൈറ്റ് എടുക്കുക. റോഡ് ശകലം പൊളിഞ്ഞിട്ടുണ്ട് സൈഡ്, അപ്പം നോക്കി തിരിച്ചെടുക്കാം. ഇവിടെ കുറേ നൈസ് റിസോർട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ അത് തെറ്റിയിട്ടാ സൈഡിൽ. ഇതിൻ്റെ എൻട്രി ഇതേ അപ്പുറമാണ്. ഇതേ കാണുന്ന ചെറിയൊരു വീട് പോലെ ഒരു സംഭവം കണ്ടോ. ഈ തോട്ടത്തിൻ്റെ താഴ്ഭാഗത്തെ കുളം, നൈസ താറാവൊക്കെ ഉണ്ട്, നല്ല രസം. ചില സമയത്ത് എപ്പോഴും ഇല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗേറ്റ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഇവരോട് ചോദിച്ചു നോക്കാം. ഇവിടെ അല്ലേ, മോനെ പൊളി 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 പൊളി. വാഗമണ്ണിൽ അങ്ങനെ അധികം ആരും കാണാത്തൊരു സ്ഥലം. അധികം ആരും കാണാത്തില്ല, കൂടുതലും ഫോട്ടോഗ്രാഫർമാർ മാത്രം വന്നിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ ഫീസൊക്കെ ഉണ്ട്, 1000 രൂപ കണ്ട് കൊടുക്കണം 1 മണിക്കൂറിന്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്ലേസാണ്. അടിപൊളി പ്ലേസാണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയ നൈസ് പ്ലേസാണ്. കപ്പിൾസിനൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസ്, അടാറ് പ്ലേസാണ്. ചില സമയത്തേ ഇപ്പോൾ പോയാൽ താറാക്കൂട്ടമില്ലേ, അത് വെള്ളത്തിലേക്ക് ഇറങ്ങും. വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഭയങ്കര രസമാണ്. അന്നേരമാണ് നമ്മൾ കപ്പിൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പം ഭയങ്കര മൂഡായിട്ട് അടിപൊളിയായിട്ട് കിട്ടണം. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ 1 മണിക്കൂറിന് 1000 രൂപയാണ്. കപ്പിൾ ഫോട്ടോസ്, വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അതൊക്കെ നടത്താം. അടിപൊളി പ്ലേസാണ്. അപ്പോൾ നല്ല മഞ്ഞൊക്കെ ഉള്ള ടൈമാണെങ്കിൽ ഭയങ്കര രസമുള്ളൊരു ആംബിയൻസാണ്. അപ്പോൾ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ഫോട്ടോസ് കിട്ടും. ഇതിൻ്റെ മുകളിലാണ് തങ്ങൾപാറ. അത് ആ കാണുന്ന ആ ഒരു ഭാഗത്താണ് തങ്ങൾപാറ. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു പ്ലേസാണിത്. നമുക്ക് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു സ്കൈ വ്യൂ കാണാൻ പറ്റും. നമ്മളൊരു ഹെലിക്യാം ഷോട്ടിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു ഒരു ഷോട്ട് തങ്ങൾപാറയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പോയിട്ട് അടുത്ത പ്ലേസ് കാണാം. സെറ്റ്.